തിരുവനന്തപുരത്ത് CNGയുടെ ക്ഷാമം രൂക്ഷമാണ്. ഇന്ധനം വിതരണം ചെയ്യാൻ വേണ്ടത്ര സൗകര്യമില്ലാത്തതാണ് ക്ഷാമത്തിന് കാരണമെന്ന് വാഹന ഉടമകൾ പറയുന്നു. CNG നിറയ്ക്കാൻ പമ്പുകളിലെത്തിയാൽ മണിക്കൂറുകൾ കാത്തു നിൽക്കണം. സംസ്ഥാനത്ത് മുഴുവനും സമാന സ്ഥിതിയെന്നാണ് വാഹന ഉടമകളുടെ പ്രതികരണം. ഈ വിഷയം നമ്മളുടെ കോഫി വിത്ത് അരുൺ എന്ന ഈ പരിപാടിയിൽ ഒരു പ്രേക്ഷകൻ ഒരു പ്രശ്നമായിട്ട് തന്നെ ഉന്നയിച്ചിരുന്നു. ഉടൻ തന്നെ നമ്മൾ തിരുവനന്തപുരം ബ്യൂറോയുമായി ബന്ധപ്പെട്ടു. റിനു ശ്രീധർ അതൊരു വാർത്തയാക്കി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കണ്ടോളൂ. പ്രകൃതി സൗഹൃദമാണ്. CNG ഉപയോഗിച്ചാൽ വാഹനത്തിന് മൈലേജ് കൂടും, കീശയിൽ കാശ് നിറയും. വാഹന കമ്പനികളുടെ ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങൾ കേട്ടാണ് മഞ്ഞയും പച്ചയും നിറമുള്ള ഈ മുച്ചക്ര വാഹനങ്ങൾ ഇവർ വാങ്ങിയത്. പക്ഷേ നമ്മൾ ലോണും കാര്യങ്ങളും വണ്ടി എടുത്തിട്ട് നമുക്ക് ഓടാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. ഇവിടെ വരുമ്പോൾ നമുക്ക് ഗ്യാസ് സമയത്തിന് കിട്ടുന്നില്ല, മണിക്കൂറോളം ഇവിടെ കിടക്കണം. ഞങ്ങൾക്ക് CC അടയ്ക്കണം, അതടയ്ക്കണം, കുടുംബം നോക്കണം, എല്ലാം നോക്കണം. ഇവിടെ വന്ന് കിടന്നിട്ട് 2-3 മണിക്കൂർ നമ്മളിവിടെ കിടന്ന് നമ്മൾ അടിച്ചിട്ട് പോയാൽ നമുക്ക് ഒന്നും കിട്ടൂല. ഇപ്പോൾ സ്കൂൾ തുറക്കാൻ സമയമായി, പിള്ളേർക്ക് യൂണിഫോം വാങ്ങിക്കണം, പുസ്തകം വാങ്ങിക്കണം, ബുക്ക് വാങ്ങിക്കണം, അങ്ങനെയുള്ള എല്ലാ ചിലവുകളുണ്ട്. ആർക്കും വണ്ടിക്ക് ഓടാനോ പൈസ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ 10-ൽ താഴെ കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്ധനം നിറയ്ക്കാനുള്ളത്. ഉള്ളയിടങ്ങളിലാകട്ടെ നീണ്ട നിര, മണിക്കൂറുകളോളം കാത്തുകിടക്കണം. കൃത്യമായി വിതരണം ചെയ്യാത്തതാണ് തിരക്കിന് കാരണമെന്നാണ് വാഹന ഉടമകളും ടാക്സി ഡ്രൈവർമാരും പറയുന്നത്. ഞാൻ ഡീസൽ വണ്ടിയായിരുന്നു. അപ്പോൾ CNG കമ്പനിക്കാരെ എക്സ്ചേഞ്ച് ചെയ്താൽ വന്നാൽ നല്ല ലാഭമാണ്. ഒരിടത്തും ഈ സാധനം തട്ടില്ലാതെ കിട്ടും. പക്ഷേ ഇവിടുന്ന് ലോഡ് പോയാലേ പലയിടത്തും നമുക്ക് സാധനം അടിക്കാൻ പറ്റും. ഇത് ഗ്യാസ് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഏകദേശം 45 കിലോമീറ്റർ താണ്ടിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവിടെ എങ്ങും ഒരു സംവിധാനമില്ല. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ലൈനും കാര്യം കിലോമീറ്ററോളം കിടക്കുക. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് പമ്പുകളിൽ സാധനം കൃത്യമായിട്ട് എത്തിക്കണം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പമ്പ് ഈ CNG മാത്രമേ, ഇവിടുത്തെ പ്ലാന്റ് മാത്രമേ ഉള്ളൂ. അതേപോലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പമ്പിൽ ഈ സാധനം 24 മണിക്കൂറും കിട്ടണം. സംസ്ഥാനത്താകെ പരിശോധിച്ചാലും സമാന സ്ഥിതിയാണ്. കൂടുതൽ വിതരണ കേന്ദ്രങ്ങൾ ഉണ്ടായാൽ പ്രശ്നം പരിഹരിക്കാനാകും. എന്നാൽ പ്രകൃതി സൗഹൃദം പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരും ഈ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല. CNG ക്ഷാമം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരായ ഓട്ടോ ടാക്സി ഡ്രൈവർമാരെയാണ്. ഓരോ ഇന്ധന കേന്ദ്രങ്ങളിലുമെത്തി മണിക്കൂറുകളോളം നീണ്ട ക്യൂ നിൽക്കണം CNG ലഭിക്കുവാൻ. അതിനുശേഷം എപ്പോഴാണ് നിരത്തിലിറങ്ങി സർവീസ് നടത്താനാവുക? വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുവിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിനു ശ്രീധർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നമ്മളുടെ ആ പ്രേക്ഷകൻ മെസ്സേജ് അയച്ചതുപോലെ CNG ക്ഷാമം രൂക്ഷമാണ്. CNGയിലേക്ക് മാറിയ ഓട്ടോ ഉടമകൾ എല്ലാവരും കെണിയിലാണോ പെട്ടിരിക്കുന്നത്? സർക്കാർ ഇടപെടുന്നില്ലേ? ഗുഡ് മോർണിംഗ് അരുൺ. ഇന്നിപ്പോൾ ഈ വാർത്തയ്ക്ക് വേണ്ടി ഞാൻ ഈ ലൈവ് നിൽക്കുമ്പോൾ ലഭിക്കുന്ന വിവരം, തിരുവനന്തപുരത്ത് 9 പമ്പുകളിലാണ് ഇത്തരത്തിൽ CNG വിതരണം ചെയ്യുന്നത്. പലയിടത്തും ഇന്നിപ്പോൾ CNG ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരം വരെ CNG ഉണ്ടായിരുന്നു. വളരെ വലിയ ക്യൂ ആണ് എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് പലയിടത്തും CNG ഇല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രകൃതി സൗഹൃദം പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ വാണിജ്യാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ രീതിയിൽ ബിസിനസ്സൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരാണ്. പക്ഷേ ഈ CNG സംവിധാനം അല്ലെങ്കിൽ CNG വിതരണത്തിന് വേണ്ടി ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. CNG ഓട്ടോ, അതായത് സാധാരണ വാഹനങ്ങൾ CNGയിലേക്ക് മാറിയ ഡ്രൈവർമാരൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഓട്ടോ ടാക്സി ഡ്രൈവർമാരൊക്കെ തന്നെ പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരിടത്തും CNG ലഭിക്കാനില്ല. ലഭിക്കുന്നെങ്കിൽ ഏകദേശം മണിക്കൂറുകളോളം, 3 മണിക്കൂറിൽ കൂടുതൽ ക്യൂ നിൽക്കണമെന്നുള്ളതാണ്. വേളിയിലാണ് പ്രധാനമായിട്ടുള്ള പ്ലാന്റ് ഉള്ളത് തിരുവനന്തപുരത്ത്. ഈ പ്ലാന്റിൽ നിന്നാണ് തിരുവനന്തപുരം ജില്ലയിൽ മൊത്തമുള്ള 9 പമ്പുകളിലേക്ക്, 9 വിതരണ കേന്ദ്രത്തിലേക്ക് CNG എത്താൻ. പക്ഷേ ഇവിടേക്ക് എത്തിക്കുന്നത് അതിനൊരു കാലതാമസം ഉണ്ടാകുന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ് ഓട്ടോ ടാക്സി ഡ്രൈവർമാരൊക്കെ തന്നെ പറയുന്നത്. ഇവർക്ക് ഈ പമ്പുകളിൽ എത്തി 3 മണിക്കൂറിലധികം ക്യൂ നിന്നതിന് ശേഷം പിന്നെ എപ്പോഴാണ് റോഡിലിറങ്ങി ഓടാൻ സാധിക്കുക, 10 പൈസ ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ള സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഒരു ഏജൻസിക്കാണ് തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുവാനുള്ള അവകാശം. അവർ കൃത്യമായി തന്നെ വിതരണം നടത്തുന്നില്ല. അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. വലിയ പ്രതിസന്ധി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സംസ്ഥാനത്ത് ആകെ പരിശോധിച്ചാൽ ഇത് തന്നെയാണ് സ്ഥിതി. കൊച്ചി നഗരത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇത് തന്നെയാണ് സ്ഥിതി. ഏകദേശം 12-13 കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വേണം ചില ഓട്ടോ ടാക്സി കേന്ദ്രങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്താൻ. തിരുവനന്തപുരത്ത് 40 കിലോമീറ്ററിൽ നിന്ന് ദൂരത്ത് നിന്ന് വരെ വരുന്നവരുണ്ട് ഈ CNG അടിക്കാൻ. 40 കിലോമീറ്റർ ദൂരത്ത് നിന്ന് ഓടി ഇവിടേക്ക് എത്തി 2-3 മണിക്കൂർ ക്യൂ കിടക്കണം. അപ്പോൾ തന്നെ ഒരു ദിവസം പോകുന്ന ഒരു സാഹചര്യമാണ്.
അതിനുശേഷം ഇവർ എങ്ങനെ ഓടും, നിരത്തിലിറങ്ങി ഓടി കാശുണ്ടാക്കും എന്നുള്ളൊരു സംശയമാണ്. വൻകിട വാഹന കമ്പനികളൊക്കെ തന്നെ വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇവരെ ഈ CNG സംവിധാനത്തിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ആ ഒരു വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാകുന്നില്ല, അതിലൊക്കെ വീണുപോയി എന്നുള്ളൊരു സങ്കടകരമായ കാര്യവും ഉണ്ട്. സർക്കാർ ഇടപെട്ട് ഇത്തരത്തിൽ CNG വിതരണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അതിന് ചില പ്രശ്നങ്ങളുണ്ട്. ഈ CNG സംവിധാനം പമ്പുകളിലൊക്കെ നൽകണമെങ്കിൽ ഒരുപാട് നൂലാമാലകൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം കൊമേഴ്സ്യൽ പർപ്പസ് ബിൽഡിങ്ങുകളൊന്നും സമീപത്ത് കാണാൻ പാടില്ല. ഈ പമ്പുകളിൽ എക്സ്പ്ലോഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നൽകുന്നതിന് വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ആവശ്യമാണ്. നിയമക്കുരുക്കുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഇടങ്ങൾ നോക്കിയാണ് തിരുവനന്തപുരം ജില്ലയിൽ 9 ഇടത്ത് മാത്രം നൽകിയിട്ടുള്ളത് ഈ ഒരു ലൈസൻസ്. മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് സാധ്യത കുറവാണ് എന്നുള്ളതാണ് ഇതിന്റെ വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും CNG ക്ഷാമം തിരുവനന്തപുരം ജില്ലയിൽ വളരെ രൂക്ഷമാണ്. CNG ക്ഷാമമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്ക് യു റിനു. രാവിലെ തന്നെ ഇനി നമുക്ക് ഈ ഏജൻസിയോട് നമുക്കൊന്ന് ചോദിക്കണം, എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് CNG വിതരണം നടത്താൻ കഴിയാതെ വരുന്നത് എന്ന് റിനു സിദ്ധർ അത് ശ്രദ്ധിക്കും. മാത്രവുമല്ല, ഇത് തിരുവനന്തപുരത്ത് CNG ക്ഷാമം നേരിട്ട് ഒരു പ്രേക്ഷകനെ അയച്ച മെസ്സേജാണ് റിനു അന്വേഷിച്ചപ്പോൾ ഇത്ര ഗുരുതരമായ ഒരു വിഷയമാണെന്ന് ബോധ്യപ്പെട്ടത്. തിരുവനന്തപുരം നഗരത്തിലെ 9 CNG വിതരണ കേന്ദ്രങ്ങളിലും ഇപ്പോൾ CNG കിട്ടാനില്ല എന്നാണ് റിനു സീത റിപ്പോർട്ട് ചെയ്യുന്നത്. കൊച്ചിയിലും വ്യത്യസ്തമല്ല കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്.